ഭഗവാനെ, മനസ്സിൽ നിന്നും പറിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ ആ ഓർമ്മകൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിൽ നിന്നും അത് തുടച്ചു നീക്കി തരണേ. വരണിനെ കുറിച്ച് ഇനിയൊരു ചിന്ത പോലും എനിക്കുണ്ടാവരുതേ. തൊട്ടരികിലെവിടെയോ എൻ്റെ മോളുണ്ട് എന്നൊരു തോന്നൽ. പിന്നെ എന്തിനാ അവളെ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? എനിക്കെൻ്റെ മോളെ കാണിച്ചു തന്നൂടെ? നീ പറഞ്ഞില്ലേ? ഓ, ഞാൻ വന്നിട്ട് എന്തിനാ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല അവിടെ കാണാൻ. ദൈവത്തിനെ എല്ലാവർക്കും കണ്ടുകൂടെ? ഓ, ഈ തിരക്ക് പിടിച്ചു പോകുന്നതേ ദൈവത്തിനെ കാണാനാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കണം അല്ലേ? ആ, നീ അങ്ങ് ചെല്ല്. പ്രിയങ്ക അവിടെ നടയിൽ തന്നെ ഉണ്ടോ നോക്കിയിട്ട് വാ. ഓ, ഈ കല്യാണ ദിവസം വരെ ഒന്ന് എത്തിക്കിട്ടിയ എനിക്ക് സമാധാനമായി. ഇപ്പൊ എന്താ നിന്റെ സമാധാനക്കേട്? ഈ പ്രേമിക്കുന്നവരെ കാത്തിരിക്കുന്നതേ എന്തൊരു ബോറടിയാണെന്നറിയാമോ? ഓ, ഈ പ്രേമിക്കുന്നവർക്ക് സമയം പോകുന്ന അറിയത്തേയില്ല, പക്ഷെ കാത്തിരിക്കുന്നവർക്ക് അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതിന് ഒരു വഴിയുണ്ട്. ഇവിടെ അടുത്ത് നിന്ന് തന്നെ നീ ഒരെണ്ണത്തെ നോക്കിക്കോ.
അപ്പോ നിന്റെ ഈ കാത്തുനിൽപ്പും വേസ്റ്റ് ആവില്ല. എനിക്ക് വേണ്ടേ. ഇപ്പോഴാണെങ്കിലേ കുറച്ച് സമാധാനമെങ്കിലും ഉണ്ട്. എടാ, പ്രണയത്തിന് അങ്ങനെ നിസ്സാരമായിട്ട് കാണല്ലേ. ഒറ്റ നിമിഷം കൊണ്ടേ അത് മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കും. ഈ വണ്ടി ഓടിച്ചു പോകുമ്പോഴേ ഒറ്റ നിമിഷം ഒന്ന് കണ്ണടച്ചാൽ മതി. ആ ഒറ്റ നിമിഷം കൊണ്ട് നമ്മളെ ഈ സ്വർഗത്തിലോട്ടെത്തിക്കും. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? എടാ, നിന്നെ പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഞാനേ പോയിട്ട് വരാം. അതെ, സ്വർഗത്തിലെത്തിയാലേ അവിടെ തന്നെ അങ്ങ് നിന്നുകളയല്ലേ. ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്നൊരു ബോധ്യം വേണം. കേട്ടാ? ഇട്ടുകൊടുത്ത മോതിരം നോക്കി ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം എന്നെ ഒന്ന് വിളിച്ചുകൂടെ? അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചൂടെ? ഞാൻ പറന്നിങ്ങ് വരില്ലേ? ഏയ്, എടോ നിൽക്കുക. ആരെ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നിങ്ങൾ ആരെയാ നോക്കുന്നേ? ആരുമില്ല.
തിരുമേനി പാൽപ്പായസ പൂജയ്ക്കുള്ള സമയമായി. ഈ പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യാം. ആയിക്കോട്ടെ. മോളല്ലേ അത്? എന്നിട്ടെന്താ മിണ്ടാതെ പോയത്? ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണോ എൻ്റെ കുട്ടിയെ? ഇതെന്താ പതിവില്ലാതെ സാരിയെ കൊടുത്ത്? പൂജയ്ക്ക് സമയമായി. ഇതെങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ ഡ്രസ്സ് മാറാൻ പറ്റുന്നത്? ഇവർക്ക് വല്ല മായാജാലം അറിയൂ? കൊള്ളാലോ. മോനെ, ആ മോനെന്നെ മനസ്സിലായോ? മനസ്സിലായി. അമ്മ വന്നില്ലേ? അല്ല അത് ആ മോനെ, നിക്ക് പോവാൻ വരട്ടെ, ഞാൻ ചോദിക്കട്ടെ. அம்மா அம்மா வாங்கம்மா, ஒரு சீட் எடுத்து பலன் தெரிஞ்சு போமா. அம்மா வாங்கம்மா, உங்களுக்கு பெரிய பாகியம் வர போகுது. முகலட்சணத்தை அது தெரியுதம்மா, பார்த்து போமா. അല്ല വേണ്ടാത്തോണ്ടാ. அழகான முகம், நிறைய காரியங்கள் சொல்ல வேண்டி இருக்கு. അതുകൊണ്ടല്ല, വേണ്ടാഞ്ഞിട്ടാ. காலையில முதல்ல இங்க இருந்துட்டு ஒரு ஆளு கூடி கை காட்டலம்மா, பசிக்குது. நீங்க சீட் எடுத்தா எனக்கு சாப்பாடுக்கு ஏதாவது கிடைக்குமா? வாங்க உட்காரோ. വെച്ചോളൂ, പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നോളൂ. இல்லம்மா, உங்களுக்கு ஏதோ பெரிய மனசு. பசி எடுക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താ അത് ദൈവത്തെ ഊട്ടുന്ന മാതിരി. അപ്പടിത്താനേ എന്നാട മനനിമ്മതിക്ക് വേണ്ടി ഒരു സീറ്റ് എടുങ്ങമ്മ. വരപ്പോകുന്നത് നല്ല കാലം, അത് മുന്നാടി തിരിഞ്ഞാ നല്ലതാനേ. നല്ല കയ്യാലെ ഒരു സീറ്റ് എടുങ്ങമ്മ. വാങ്ങമ്മ. ആ ഒക്കാര് ഒക്കാര്, ഇങ്ങ ഒക്കാര്. സീറ്റ് എടുങ്ങമ്മ. എടുങ്ങമ്മ. പാരമ്മ, കൃഷ്ണനും രാധയും. കൃഷ്ണ ഭഗവാനെ പോലെ പരമ യോഗ്യനായ ഒരുത്തൻ ഉங்களுக்காக பிறந்திருக்கு. உங்களை தேடி வந்துகிட்டே இருக்கு. ചില കാര്യങ്ങള് കേൾക്കാൻ നല്ല രസാ. பக்ஷிசாஸ்திரம் பிழைக்காதம்மா. அந்த கிருஷ்ணன் உங்க பின்னாடி இருக்கு. உங்க மனசு இருக்க கிருஷ்ணனும் இதுதானே?
സാക്ഷിശാസ്ത്രം പിഴയ്ക്കാതമ്മാ கடவுள் உங்க கூட இருக்கு. നിക്ക്. ഇത്രയും നേരം ഞാൻ തിരഞ്ഞെടുക്കായിരുന്നു. ഇനി എന്റെ മുന്നിൽ നിന്ന് പോയിക്കളരുത്. എന്താ കാണിക്കുന്ന? ഓടിപ്പോയാൽ ഞാൻ കൂടെ ഓടി വരും. കല്യാണത്തിന് മുമ്പ് വീട്ടിലേക്ക് കയറിക്കൂടാന്നുള്ള ആചാരമൊക്കെ ഞാൻ മറികടക്കും. അല്ല, ഇതെങ്ങനെയാ നിമിഷ നേരം കൊണ്ട് വേഷം മാറുന്നേ? ആര് വേഷം മാറി? എന്നെ കളിപ്പിക്കല്ലേ. സാരി കൊടുത്ത് ഞാൻ കണ്ടതല്ലേ. സെക്കൻഡുകൾക്കുള്ളിലാണ് മാറിയത്. അല്ല, എനിക്ക് പോണം. ഞാൻ വിടില്ല. എനിക്ക് സംസാരിക്കാനുണ്ട്. മോളെ, സാരി ഉടുത്താണല്ലോ മോള് നടന്നു പോകുന്നത്. ഇപ്പൊ എങ്ങനെയാ വേഷം മാറിയത്? അല്ല അല്ല, ഞാൻ ഇതുവഴി വേറൊരു സ്ഥലത്തേക്ക് പോയതാ. അപ്പൊ ഇയാൾ ഇവിടെ നിൽക്കുന്നത് കണ്ടു. എന്നാ പിന്നെ എന്തെങ്കിലും ചോദിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി. അല്ല, സത്യം, ശരിക്കും ഞാൻ ചുമ്മാ വന്നതാ. അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? സുഖാണ്, സുഖാണ്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എല്ലാവരെയും എന്റെ അന്വേഷണം അറിയിക്കാം. പ്രിയങ്ക ഇവിടെ ഉണ്ടാവുന്ന കരുതി തിരക്കി വന്നാവൂല്ലേ? അല്ല മോളെ, നടയിൽ വന്ന് നിൽക്കുമ്പോ മോള് സാരിയല്ലേ എടുത്തിരുന്നു. പിന്നെ ഇപ്പൊ എവിടുന്നാ ഇത് മാറ്റിയത്? അച്ഛൻ എന്തായി പറയുന്നേ? ഞാൻ ഈ ഡ്രസ് തന്നെയാ വീട്ടിൽ നിന്ന് വന്നേ. അപ്പൊ പിന്നെ ഞാൻ കണ്ടതോ? അല്ല അച്ഛാ, എന്നോട് വരണം ചോദിച്ചു. ചേടാ, അതെന്താ അങ്ങനെ ഒരു മറിമായം? ആ, ചിലപ്പോ വേറെ ആരെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. എന്നാലും വല്ലാത്തൊരു തോന്നലായിപ്പോയി. മോള് വാ. ഇന്ന് തെരുവിൽ കേട്ട ആ പാട്ട് അതേ ശബ്ദം തന്നെയാ അന്ന് ക്ഷേത്രത്തിൽ കേട്ട പാട്ടിനും. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ലേ? തിരുമേനിയുടെ മകളെ കാണുകയും ചെയ്തു. അതല്ല, ആ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ മോളെ കുറിച്ചുള്ള തേടലുകൾക്ക് ഒരു ഉത്തരം കിട്ടുന്ന പോലെ തോന്നോ? ഒരു കാര്യം ഉറപ്പോ, എൻ്റെ മോൾ ഇവിടെ തന്നെയുണ്ട്. ഇത്രയും കാലം എൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചു നടന്ന എൻ്റെ മോള് ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ പറയുന്നത് ഭ്രാന്തായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ തോന്നലുകള് സത്യമായിരിക്കണമെന്ന് തന്നെയാ ദൈവത്തോട് ഞാനും പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പുണ്ടാവും. ശ്യാമയുടെ മകളെ കാണുന്ന നിമിഷം, നിങ്ങൾ അടുത്ത് നിൽക്കുന്ന നിമിഷം, അതാ എന്റെ ജീവിതത്തിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. മറ്റു പലരും എന്റെ കരച്ചിലിനെ പരിഹസിക്കുമ്പോ ചേച്ചിക്കെങ്കിലും അത് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്റെ ഭഗവാൻ എനിക്ക് അവളെ കാണിച്ചു തരും. എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് കണ്ണിറയെ കണ്ടിട്ട് ഭഗവാൻ എന്റെ ജീവൻ എടുക്കുന്നെങ്കിൽ പോലും ഒരു പരാതിയില്ലാതെ ഞാനങ്ങ് പോവും. മകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നാണ് ശ്യാമ മാഡത്തിന്റെ വിശ്വാസം. ഇത്രയ്ക്ക് തീവ്രമായി വിശ്വസിക്കുന്ന കാണുമ്പോൾ എനിക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്ത്? ചത്തുപോയ കുഞ്ഞ് പുനർജനിച്ചുവെന്നോ? പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലേ? അതുപോലെ ഒരു പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് വന്ന